തൻ്റെ ഇടം എന്ന വാക്ക് പലപ്പോഴും തെറ്റായ അർത്ഥത്തിലാണ് കാണാറുള്ളത് എങ്കിലും ഒന്ന് നന്നായി വിഗ്രഹിച്ചു നോക്കിയാൽ തൻ്റെ ഇടം എന്ന വാക്കിന് തൻ്റെതായ ഇടം എന്നാണ് അർത്ഥം. മലയാള കവിതയിൽ അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തൻ്റെടിയുടെ പേരെന്ത് എന്ന ചോദ്യത്തിന് മുരുകൻ കാട്ടാക്കട എന്നു തന്നെ ഉത്തരം പറയാനാണ് എന്നിലെ ക്വിസ് മാസ്റ്റർ പലപ്പോഴും പറയാറുള്ളത്. ഈ മിഴികളിൽ മയിൽപ്പീലി മാധവ രസം തേച്ച് തണുത്ത കവിതയുടെ കറുകപ്പുൽ നാമ്പുകളിൽ മുഖം കുനിച്ച് അലസം നടന്ന ഒരു കവിയല്ല മുരുകൻ. കാൽനൂറ്റാണ്ടുകൾക്കൊക്കെ മുൻപ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനു മുന്നിലെ കുളക്കൽ പടവിൽ നിന്ന് മനസ്സിന്റെ കടലാഴങ്ങളുടെ ഓളപ്പരപ്പുകൾക്ക് വല്ലാത്ത ഭംഗം വന്നപ്പോൾ വിഭ്രാന്തിയുടെ അവസ്ഥയിൽ പെട്ടുപോയ ഒരു മനുഷ്യനാൽ സംഭവിച്ച കൊലപാതകം ചിത്രമാക്കുവാൻ വേണ്ടി ചാനലുകൾ മത്സരിച്ച് ലൈവാക്കി മരണം സംപ്രേഷണം ചെയ്ത കാൽനൂറ്റാണ്ടുകൾക്കുമൊക്കെ മുമ്പുള്ള ആ ദിവസത്തിന്റെ സായാഹ്നത്തിൽ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് സംസാരിക്കവേ ഉണരുക പത്മതീർത്ഥങ്ങളെ എന്ന കവിത എഴുതിയ ലേറ്റ് 20s അല്ലെങ്കിൽ 30കളുടെ ആരംഭത്തിൽ പ്രായമുള്ള മുരുകനിൽ നിന്നും കാട്ടാക്കടയിലെ ഈ കവിതയുടെ കരുത്ത് വളരുമ്പോൾ നിങ്ങളെപ്പോലെ ഒരു മലയാളി എന്ന രീതിയിൽ, ഒരു തിരുവനന്തപുരത്തുകാരൻ എന്ന രീതിയിൽ, അതുമല്ലെങ്കിൽ കവിയുടെ ഏറ്റവും അടുത്ത ഹൃദയ ബന്ധുക്കളിൽ ഒരാൾ എന്നുള്ള രീതിയിൽ ഞാനും ഒരല്പം അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നു. ഈ വേവുകയും നോവുകയും ചെയ്യുന്ന മനുഷ്യരോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്നവർക്ക് അവരുടെ ഹൃദയതാളങ്ങൾ അനുഭവിക്കാനും അത് അവരിലേക്ക് പങ്കുവയ്ക്കാനും വിവിധങ്ങളായ ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് നിർത്താതെ ചെയ്യുന്ന യുദ്ധവും നൃത്തവുമാണ് കവിത. കേരളത്തിന്റെ സമകാലിക കേരളത്തിലെ വേവുകയും നോവുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കു വേണ്ടി നിരന്തരമായ യുദ്ധത്തിലേർപ്പെട്ട പോരാളിയായ മുരുകന്, അല്ലെങ്കിൽ സർവോപരി കവിയെയും കവിതയെയും സ്നേഹിക്കുന്ന ഈ നാട്ടിൽ തടിച്ചുകൂടിയ നിങ്ങളാകുന്ന ഈ ദിവസത്തിന്റെ നായകരായ ഈ സദസ്സിനും സ്നേഹമറിയിച്ച് ചഞ്ചലമാകാത്ത നെഞ്ചിടിപ്പിന്റെ 2 ആവർത്തനങ്ങൾ കൊണ്ട് കാവ്യ കണ്ണടയുടെ ഫ്രെയിമുകൾ ഹൃദയത്തിനോട് ചേർത്ത് തെരുപ്പിടിപ്പിച്ച് അടച്ചു വയ്ക്കുന്നു വാക്കിന്റെ പുസ്തകം.